ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിസേൽ കുറച്ചൊരു ബോസ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്ന് നമ്മൾ കരുതി, പക്ഷെ ആയിരുന്നില്ല. ജിസേൽ അവിടെ ആണുങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അവരുടെ അടുത്തൊക്കെ കുറച്ച് സിമ്പതി, ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ കൊഞ്ചലൊക്കെ ഇട്ട് ആളുടെ ക്യാരക്ടർ അങ്ങനെയെല്ലാം നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞു. അതായത് പുറത്ത് നല്ല ആറ്റിറ്റ്യൂഡുള്ള, ബോൾഡ് ആയിട്ടുള്ള, നല്ലൊരു വ്യക്തിത്വമൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ജിസേലിൻ്റെത്. ബട്ട് ബിഗ് ബോസ് വീടിനകത്ത് വന്നപ്പോഴത്തേക്കും ആള് കുറച്ചും കൂടെ ഒന്ന് സ്വീറ്റായി, സോഫ്റ്റായി. കാരണം എനിക്ക് തോന്നുന്നു മലയാളി ആണുങ്ങളിൽ കുറച്ചൊക്കെ ഒരു ഭൂരിപക്ഷം എന്ന് പറയാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ ഒരു ചാവല്യത്തെ ജിസേൽ നന്നായിട്ട് ഉപയോഗിച്ചു. എന്നാൽ ഇതിൻ്റെ ഒരു വേർതിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ലക്ഷ്മി കുറച്ച് ബോസിയാണ്, എന്നാൽ അങ്ങേയറ്റം മോഡേൺ ഒരു തോട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കുലസ്ത്രീയാണ്. നമ്മുടെ അനുമോളും ഇത് തന്നെയാണ്, കുലസ്ത്രീയൊക്കെയാണ്. പക്ഷെ അനുമോളിന് കുറച്ചധികം ജെനുവിൻ ക്യാരക്ടറുണ്ട്. ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി രാവിലെ എണീക്കും, ഓക്കെ ഇന്ന് ഇവരോട് ഇങ്ങനെ പറയണം, ഇന്ന് നൂറയെ ഇങ്ങനെ ഹരാസ് ചെയ്യണം, ഇങ്ങനെയാണ് ലക്ഷ്മിയുടെ ഒരു രീതി. മസ്താനി ഒരു ചെറിയ കാര്യം ഇട്ട് കൊടുത്തപ്പോൾ അതിൽ പിടിച്ചു കയറിയ ലക്ഷ്മിയെ ഇന്നിപ്പോൾ എല്ലാവരും ജയിലിലേക്ക് വിട്ടേക്കുകയാണ്. അപ്പോൾ നമുക്ക് സീസണിന്റെ ഒരു വലിയ കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ജിസേൽ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയെടുത്ത, നാച്ചുറൽ ആയിട്ട് എല്ലാവരുടെ ഇടയിൽ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയെടുത്ത ഒരു ബോസി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അത് ലക്ഷ്മി കൈയേറ്റം ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, പിടിച്ചു പറിച്ച് മേടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ അനുമോളൊക്കെ ഒന്ന് സൈഡ് ആവുകയാണ്. അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവിടെ ഇവിടെ മാത്രം കോണ്ടന്റ് കൊടുക്കുന്ന അനുമോളുടെ കോണ്ടന്റ്, അനുമോൾ മിണ്ടരുതെന്ന് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ലോ ആവുന്നുണ്ട്. അധികം ഒന്നും വലുതായിട്ട് സംസാരമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പ്രവീണുമായിട്ടും, അല്ലെങ്കിൽ ആദില, നൂറ, അത് ആദില സ്പേസ് കൊടുക്കുന്നത് കൊണ്ടാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ലക്ഷ്മി ഈ ഒരു രീതിയിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞൊന്നും വിടാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഈ ബിഗ് ബോസിൽ വരുന്നവരുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ, ഒരുപാട് നെഗറ്റീവ് കോണ്ടന്റ് വരികയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ പോപ്പുലാരിറ്റിയിലേക്ക് വരും. ആ പോപ്പുലാരിറ്റി പിന്നെ അവർക്ക് വിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷെ ഒരു പോപ്പുലാരിറ്റി കിട്ടും. അപ്പോൾ അതിവിടെ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉടനീളം നോക്കുവാണെങ്കിൽ ലക്ഷ്മി നടത്തിയ ഏറ്റവും വലിയൊരു വൃത്തികെട്ട കാര്യം ഒനീലിൻ്റെ കാര്യമായിരുന്നു. അതായത് മസ്താനിയെ, അത് നമ്മുടെ ചാനലിൽ ആ വീഡിയോയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയാൻ അവസരം കിട്ടാഞ്ഞത് കൊണ്ടാണ്. കാരണം നമുക്ക് കുറച്ചധികം കൺജസ്റ്റഡ് ടൈമിംഗ് ഒക്കെ ആയത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കാണുന്നുണ്ട്, പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ്ലി അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വീഡിയോ ചെയ്യാനുള്ള സാവകാശവും, എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് തമ്പ് ചെയ്ത് അതൊക്കെ ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് മാത്രം ഞാൻ അത് എടുത്തു പറയുകയാണ്. ശരിക്കും അതിനകത്ത് ഒനീൽ വളരെ നിരപരാധിയാണ്. ഒനീൽ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ട് കൊച്ചി പയ്യനാണ്, ആ ഒരു ഫ്രീക്കൻ ക്യാരക്ടറൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ മോശമായിട്ട് തൊടാനും പിടിക്കാനും പോകുന്ന അത്ര വിഡിയല്ല ഒനീൽ. എസ്പെഷ്യലി മസ്താനിയെ പോയി അങ്ങനെ പിടിക്കേണ്ട കാര്യം ഒനീലില്ല. എസ്പെഷ്യലി എന്ന് പറയുന്നില്ല, ഞാൻ ഒനീലിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് പറയുന്നില്ല. ഒനീൽ അങ്ങനെ ചെയ്യില്ല, അത് നമുക്ക് ഉറപ്പാണ്. ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഒനീൽ അത് ചെയ്യില്ല. പക്ഷേ ഒന്നും കേൾക്കാതെ വേദലക്ഷ്മി അത് കയറി വലിയൊരു സംഭവമാക്കി മാറ്റിയപ്പോൾ, അനുമോളെ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ പൊരിച്ചതുപോലെ വേദലക്ഷ്മി എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ പൊരിക്കും. കാരണം മനഃപൂർവ്വം ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേദലക്ഷ്മി കാണിച്ചതാണ് അനുമോൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതിലും വലിയ ചീപ്പായി പോയത് എന്ന് തന്നെ ലാലേട്ടൻ പറയും. ആ ഒരു ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിലും കുറച്ചു പേരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ വേദലക്ഷ്മി ഈ ഒനീലിനെതിരെ പറഞ്ഞ അലിഗേഷൻ്റെ കാര്യത്തിൽ ഒരാൾ പോലും എന്തായാലും സംശയിക്കത്തില്ല. കാരണം ഒനീൽ അങ്ങനെ ചെയ്യില്ല. ഒനീൽ തുടക്കം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു മോശം ബിഹേവിയർ അറിഞ്ഞുകൊണ്ടുണ്ടാകത്തില്ല എന്നും, അങ്ങനൊരു തൊടൽ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണെന്നുള്ളതും അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ വീഡിയോസൊക്കെ കണ്ട നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേദലക്ഷ്മിക്ക് അവിടെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ഒരു കൗണ്ടർ അടിച്ച്, ഇനി ക്യാമറയിലൊന്നും കിട്ടി കാണത്തില്ലായിരിക്കും. ശരിക്കും അനുമോള് ആ ഒരു ഉറച്ച സ്റ്റാൻഡ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അനുമോള് കണ്ടു, ക്യാമറ കണ്ടില്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത് ആര്യൻ്റെ ജിസേലിൻ്റെ വിഷയത്തിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ജയിൽ നോമിനേഷൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ്റെ ഒരു ബിഹേവിയർ ഉണ്ട്. ശരിക്കും ജിസേലിൻ്റെ ഒരു നിഴലായിട്ട്, അല്ലെങ്കിൽ ജിസേലിൻ്റെ ഒരു ഗുണ്ടയായിട്ടാണ് ആര്യൻ നടക്കുന്നത്. ഒരു കോമാളി ഗുണ്ടയൊക്കെ ഉണ്ടല്ലോ, ചില സിനിമകളിലൊക്കെ ഫണ്ണി ഗുണ്ടകളൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള ഒരു ഫണ്ണി ഗുണ്ടയാണ്, ഒരു കോമാളിയെ പോലെയാണ് ആര്യൻ.
ഈ ബിന്നിയും റെനയും ഒക്കെ ഇപ്പോൾ ജിസേലിനെതിരെ സംസാരിക്കുന്നുണ്ട്. അവരുടെ കളിയെക്കുറിച്ച്. ഇവിടെ വന്നത് ജിസേലുമായിട്ട് കൂട്ടുകൂടി എന്തെങ്കിലും നേടാനല്ല. ബിഗ് ബോസ് ഹൗസിൽ വന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് റെനയ്ക്കും ബിന്നിക്കും ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന് കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് ആണ്. വൈൽഡ് കാർഡ് എൻട്രീസ് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരാളുടെ നിഴലായിട്ട് നിന്നിട്ട് കാര്യമില്ലെന്ന്. പക്ഷെ ആ ബോധം വന്നത് റെനയ്ക്കും ബിന്നിക്കും മാത്രമാണ്. ആര്യനത് വന്നിട്ടില്ല. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ജിസേൽ ശരിക്കും പറഞ്ഞാൽ ആര്യന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കളയുമായിരിക്കും. കാരണം ആൾ ഒരുപാട് വ്യക്തികളെ കണ്ടതാണ്, ഒരു വലിയൊരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആര്യനൊക്കെ എങ്ങനെ പോയാലും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരിക്കും. കാരണം കുറച്ചധികം ഒരു എക്സ്പോഷറൊക്കെ കിട്ടി സിനിമയിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതൊരു പാവ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുറത്ത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു കാര്യം മാറ്റി വെക്കുകയാണെങ്കിൽ ആര്യനൊരു പാവമായിട്ടുള്ള ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. പക്ഷേ ജിസേൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ആര്യനെ വല്ലാണ്ടങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ജിസേൽ ഒരു പാവമാണ്, ജിസേൽ ഒരു ഇന്നസെന്റ് ആണ്, ഒരു നല്ല സോളാണ്, ഒരു പ്യോർ സോളാണെന്നൊക്കെയാണ് ലാലേട്ടനോട് ആര്യൻ പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ് ആര്യൻ ജിസേലിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ജയിൽ നോമിനേഷനകത്ത് റെനയും അതുപോലെ ബിന്നിയും അങ്ങനെ നോമിനേറ്റ് ചെയ്തപ്പോൾ, ജയിലിലേക്ക് പോകാൻ നോമിനേറ്റ് ചെയ്ത സമയത്ത് ആര്യൻ നടത്തിയ ഒരു പറാട്ട നാടകമുണ്ട്. ആ നാടകമാണ് ശരിക്കും പറഞ്ഞാൽ ബിന്നിക്കും റെനയ്ക്കും ഒരു ട്രിഗർ കിട്ടിയിരിക്കുന്നത്. അവരത് എന്തായാലും യൂസ് ചെയ്യും. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിസം പറഞ്ഞ് എല്ലാവരും സ്ക്രീൻ സ്പേസ് ജിസേലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന്. അത്രയും ചീപ്പായിട്ടുള്ള ഡയലോഗ് അത്രയും പേരുടെ മുന്നിൽ വെച്ചടിക്കുമ്പോൾ അക്ബറും അതിനകത്ത് പെട്ടുപോയി. അക്ബറും അത് മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജിസേൽ വന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ആദിലെ എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് സമ്മതിക്കാം. കാരണം ആദിലേക്ക് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഫ്രണ്ട്, ഈ ആഴ്ച ഒരു ഫ്രണ്ട്, അങ്ങനെയൊക്കെയാണ്. അക്ബറിന് എന്താ അങ്ങനെയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ജിസേൽ അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു സീൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്, ആ ഒരു ടോക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അക്ബറിൻ്റെ അടുത്ത് മാത്രം ഇത് വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ തക്കാളി എടുത്തതാണോ കുഴപ്പം എന്നുള്ളൊരു രീതിയാണ്. അവിടെ ആ അടുക്കളയിൽ പോയി മോഷ്ടിച്ചെടുത്തു, അല്ലെങ്കിൽ അടുക്കളയിൽ കുറച്ച് ആധിപത്യം കാണിക്കുന്നു, കിച്ചൺ കംപ്ലീറ്റ്ലി ജിസേലിന്റെ കയ്യിലാണ് ഇപ്പോഴും എന്നുള്ളൊരു സംസാരത്തിലാണ് ഈ ഒരു ജയിൽ നോമിനേഷനിൽ പോയത്. ഇത്രയും നിസ്സാര കാര്യത്തിൽ എന്ന് ജിസേൽ പറയുമ്പോൾ, ആര്യനും അത് സപ്പോർട്ട് ചെയ്യുമ്പോൾ, അവിടെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളും അല്ലെങ്കിൽ ജിസേലിനെ ഇപ്പോൾ മനസ്സിലാക്കിയ കുറെ മത്സരാർത്ഥികൾക്കറിയാം, ജിസേൽ വന്ന അന്ന് തൊട്ട് ജിസേലിന്റെ ഒരു ആധിപത്യം അത് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നുണ്ട്. ഈവൻ വൈൽഡ് കാർഡ് വന്നപ്പോൾ എല്ലാവരെയും നന്നായിട്ട് വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിസേൽ. പക്ഷേ ജിസേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സർവൈവലാണ്. എല്ലാവരും തനിക്കെതിരെ തിരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിലേക്കും പിന്നെയും ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ജിഷിനെയൊക്കെ പാട്ടിലാക്കുന്ന ഒരു ട്രൈ ഞാൻ കണ്ടു. അതായത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിസേലും ആര്യനും ജിഷിനെ വിളിച്ചത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു. ശരിയാണ്, ജിഷിൻ ഡിസേർവിംഗ് ആണ്, ജിഷിൻ നല്ലൊരു പ്ലെയർ ആണ്. പക്ഷേ ആ ജിഷിനെ കുറിച്ച് ജിസേലും ആര്യനും കൂടെ പ്ലാൻ ചെയ്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ കൂടെ നിർത്താൻ വേണ്ടി അനുമോളുടെ കൂടെ വന്നതുകൊണ്ട് തന്നെ അനുമോളിൽ നിന്ന് തെറ്റിച്ച് അവരുടെ കൂടെ നിർത്തണം എന്നുള്ളൊരാഗ്രഹം ജിസേലിനും ആര്യനും ഈ ഒരു ജിഷിന്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ജിസേൽ മാറി ഇനി അത് വേദലക്ഷ്മി ആകുമോ എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ സീരിയൽ ഗ്രഹണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.